ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ബ്രെഡ് ജാം ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയാണ്. കൂടുതൽ നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടല്ലോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡ് ജാം ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായി ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനായിട്ട് ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഒപ്പത്തിൽ തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഞുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാനായിട്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട് നോർമൽ വെള്ളം യൂസ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഒരു 2 to 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അത് മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ആവശ്യമനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് ഒരു തിക്ക് അല്ലാതെ ഒരു ലൂസ് അല്ലാത്ത രീതിയിൽ മീഡിയം ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു ബാറ്റർ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ബാറ്റർ റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസസ് എടുത്ത് അതിൽ ജാം പുരട്ടി കൊടുക്കാം. ഞാനിവിടെ മിക്സ് ഫ്രൂട്ട് ജാമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ജാം ഇവിടെ പുരട്ടി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി ബ്രെഡ്സിലെല്ലാം ജാം ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജാം നന്നായിട്ട് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാം റെഡിയാക്കി എടുക്കാം. നോക്കിക്കോളൂ, എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു കടായിൽ ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഓരോ ബ്രെഡ് എടുത്ത് നമുക്ക് ആ ഒരു ബാറ്ററിലോട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പതിയെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ചൂട് എണ്ണ ആയതുകൊണ്ട് കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പം നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതി കേട്ടോ. എണ്ണയിൽ പൊരിക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് ബ്രെഡ് ഒന്ന് ചേർത്ത് തിരിച്ചും മറിച്ചും നന്നായിട്ടൊരു ഗോൾഡി ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മുരിങ്ങി നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് നമ്മുടെ ബ്രെഡ് ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഓരോന്നായിട്ട് ഓയിലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡെല്ലാം ഇതേ സെയിം രീതിയിലൊന്ന് പൊരിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ബ്രെഡ് ജാം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയതിനു ശേഷം ഞാനിവിടെ സർവിങ് പ്ലേറ്റിലോട്ട് സർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നും വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ കുട്ടികളുടെ ലഞ്ച് ബോക്സിലായിട്ടാണല്ലോ പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ടുവരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.